സ്റ്റുഡൻറ്റ് ലൈഫ് നമ്മളൊരു വിദ്യാർത്ഥിയാകുന്ന കാലഘട്ടം നമ്മുടെ ലൈഫിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഫേസാണ് അല്ലേ. അവിടെ നിന്നാണ് നമ്മളുടെ ഹാബിറ്റ്സ് വളരുക, ക്യാരക്ടർ ബിൽഡ് ആവുക, സ്കിൽസ് ഡെവലപ്പ് ആവുക. എല്ലാ സ്റ്റുഡൻസിനും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം കാണും, നന്നായി പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഇങ്ങനെ മാർക്ക് മാത്രം മതിയോ? സ്റ്റുഡൻറ്റ് ലൈഫിൽ നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ചില ആളുകൾ എല്ലാ മിസ്റ്റേക്സും അവരുടെ ലൈഫിൽ ചെയ്യും, എന്നിട്ട് കാര്യങ്ങൾ പഠിക്കും. പക്ഷേ വേറെ ചില ആളുകൾ മറ്റുള്ളവർ ചെയ്യുന്ന മിസ്റ്റേക്സിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കും. ജാക്ക് മാ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഇൻസ്റ്റെഡ് ഓഫ് ലേണിംഗ് ഫ്രം അതർ പീപ്പിൾസ് സക്സസ്, ലേൺ ഫ്രം ദെയർ മിസ്റ്റേക്സ്. സോ മറ്റുള്ളവരുടെ മിസ്റ്റേക്സിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുക. അല്ലാതെ ലൈഫിൽ നമ്മൾ എല്ലാ മിസ്റ്റേക്സും ചെയ്യണം എന്നൊരു തെറ്റായ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോളുക. ബിക്കോസ് അതൊക്കെ പാടെ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫ് ഒരു പരുവായിട്ടുണ്ടാകും. ലൈഫ് ഈസ് വെരി ഷോർട്ട്. സോ ഒരു സ്റ്റുഡൻറ്റ് ലൈഫിൽ നിങ്ങൾ മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, ബാഡ് കമ്പനി. ജിം റോൺ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, യു ആർ ദ ആവറേജ് ഓഫ് ദ 5 പീപ്പിൾ യു സ്പെൻഡ് ദ മോസ്റ്റ് ടൈം വിത്ത്. നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണോ അവരുടെയൊക്കെ ഒരു ആവറേജ് ക്യാരക്ടർ ആയിരിക്കും നമ്മളുടേതും. നിങ്ങളുടെ ഒപ്പമുള്ളവർ വളരെ പോസിറ്റീവായിട്ടുള്ളവരാണ്, കൈൻഡാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, അംബീഷ്യസ് ആണ്, എപ്പോഴും ലൈഫിൽ സക്സസ്ഫുൾ ആകണം, വലിയ നിലയിൽ എത്തണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെയാകും. ബട്ട് നിങ്ങളുടെ കൂടെ ഉള്ളവർ നെഗറ്റീവായിട്ടുള്ള ആളുകളാണെങ്കിലോ, എപ്പോഴും മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരാണെങ്കിലോ, മോശം ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നവർ, മറ്റുള്ളവരെ എപ്പോഴും കളിയാക്കുകയും ക്രിട്ടിസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവർ, ലൈഫിൽ ഒരു ഗോളും ഇല്ലാതെ ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യുന്നവർ, അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഐ എം സോറി, നിങ്ങളും അതേ സ്വഭാവമുള്ളവർ തന്നെയാകും. നമ്മളുടെ ഒപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്കനുസരിച്ച് നമ്മളുടെ ലൈഫും ചേഞ്ച് ആവാൻ തുടങ്ങും, നമ്മളുടെ ചിന്തകൾ മാറും. സോ സ്റ്റുഡൻറ്റ് ലൈഫിൽ നിങ്ങൾ മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബാഡ് കമ്പനി. നമ്പർ 2, റണ്ണിങ് ബിഹൈൻഡ് മാർക്സ്. നിങ്ങൾക്ക് എക്സാമിന് എത്ര മാർക്ക് കിട്ടുന്നോ അതിനനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോളുക. ബിക്കോസ് ദാറ്റ്സ് ആബ്സല്യൂട്ട്ലി റോങ്. നമ്പേഴ്സിൻ്റെ പുറകെ മാത്രം ഓടരുത്. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കുറേ മാർക്ക് വാരിക്കൂട്ടി വേറെ ഒന്നിലും ഫോക്കസ് ചെയ്യുന്നില്ല, നിങ്ങളുടെ സ്കിൽസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല, അവസാനം പഠിച്ചിറങ്ങി ഒരു ജോബിലേക്ക് എൻ്റർ ആവുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് മനസ്സിലാവുക. ആൻഡ് ഡോണ്ട് ലെറ്റ് ദാറ്റ് ഹാപ്പൻ. ബട്ട് ഞാനിവിടെ പറയുന്നത് മാർക്കിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല, അതൊക്കെ വെറുതെയാണ് എന്നല്ല. മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് 2 രീതിയിൽ പഠിക്കാം. ഒന്ന്, മൊത്തം കാണാപാഠം പഠിക്കാം. ഒരു കൺസെപ്റ്റും മനസ്സിലാക്കാതെ ബുക്കിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് ആ സെൻറ്റൻസുകൾ കാണാപാഠം പഠിച്ചിട്ട് എക്സാമിന് ചെന്നിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. 2, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. എന്താണ് ഞാൻ പഠിക്കുന്നത്, എന്തിനാണ് പഠിക്കുന്നത്, ഇതിൻ്റെ യൂസ് എന്താണ് എന്നൊക്കെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. നിങ്ങളുടെ അറിവും സ്കിൽസും വളർത്തണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി പഠിക്കുക. ഈ 2ാമത്തെ വഴിയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബിക്കോസ് റിയൽ ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനിൽ എത്തണമെങ്കിൽ അവിടെ നിങ്ങളുടെ സ്കിൽസിനാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ എന്താണോ അതിനെ ഫോളോ ചെയ്യുക. പെർസ്യൂ യുവർ ഡ്രീംസ്. നിങ്ങൾക്ക് ആർട്ടിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ, പാട്ടിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ, ഡാൻസിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ, റൈറ്റിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പഠിക്കുക. ഇനി എവിടെ തുടങ്ങണം എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹോബീസൊക്കെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതാണ് യെല്ലോ ക്ലാസ്. യെസ്, ഒരൊറ്റ പൈസ പോലും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ലൈഫ് ആൻഡ് ഇൻട്രാക്റ്റീവ് ഹോബി ക്ലാസ്സസ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് യെല്ലോ ക്ലാസ്. 3 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഡാൻസ്, പാട്ട്, കുക്കിംഗ്, യോഗ, ആർട്ട് അങ്ങനെ ഒരുപാട് ഹോബീസ് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. അതും ഈ ക്ലാസ്സസ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എക്സ്പേർട്ട് ആയിട്ടുള്ള മെൻറ്റേഴ്സാണ്. ഡാൻസ് ഇന്ത്യ ഡാൻസ് വിന്നറായിട്ടുള്ള സൽമാൻ യൂസഫ് ഖാൻ, മാസ്റ്റർ ഷെഫ് ഇന്ത്യ വിന്നറായിട്ടുള്ള റിപു ഹണ്ട, ഷാൻ, അങ്ങനെ സെലിബ്രിറ്റീസും ഇതിൽ ക്ലാസ്സസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. 20 ലക്ഷത്തിലധികം ആളുകൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് മന്ത്ലി 10 ലക്ഷത്തിലധികം കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് ഇതിലൂടെ പഠിക്കുന്നുണ്ട്. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ലോജിക്കൽ റീസണിങ് അങ്ങനെയുള്ള ക്ലാസ്സസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഹോബീസ് പഠിക്കുന്നതോടൊപ്പം കുട്ടികൾക്ക് പ്ലേ സ്റ്റേഷൻ, ഐപാഡ്, സൈക്കിൾ, ആമസോൺ വൗച്ചേഴ്സ് അങ്ങനെ ഒരുപാട് പ്രൈസസും കാര്യങ്ങളും ഒക്കെ വിൻ ചെയ്യാനും സാധിക്കും.
ആൻഡ് ഈ മെയ് മാസത്തിൽ യെല്ലോ ക്ലാസ് ഒരു കോൺടെസ്റ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതുവഴി കുട്ടികൾക്ക് കിൻഡിൽ, യെല്ലോ ക്ലാസിൻ്റെ എക്സ്ക്ലൂസീവ് ഗുഡീസ്, ഫസ്റ്റ് ക്രൈ വൗച്ചേഴ്സ് ആൻഡ് 3 ലക്ഷം വരെയുള്ള സ്കോളർഷിപ്പും വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ഉപയോഗിച്ച് യെല്ലോ ക്ലാസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആൻഡ് ഇതിൽ സ്കൂൾ ഓഫ് ദി ഇയർ എന്നൊരു സംഭവമുണ്ട്. നിങ്ങളുടെ സ്കൂൾ ഇതിൽ ആഡ് ചെയ്യുക. അതുവഴി 5 ലക്ഷം വരെയുള്ള പ്രൈസസ് വിൻ ചെയ്യാം. 3 സ്കൂളിലെ ടോപ്പ് 3 സ്റ്റുഡൻസിന് സ്കോളർഷിപ്പും ഗുഡീസും വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. സോ അധികം വെയിറ്റ് ചെയ്യേണ്ട, സ്കൂൾ ആഡ് ചെയ്യുക. ഓക്കെ. നമ്പർ 3, ബാഡ് ടൈം മാനേജ്മെൻറ്റ്. ടൈം ഈസ് വാട്ട് വി വാണ്ട് മോസ്റ്റ് ബട്ട് വാട്ട് വി യൂസ് വേസ്റ്റ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലൈഫിൽ വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. അത് നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും ശരി, വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ശരി, സമയം ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും വെയിറ്റ് ചെയ്യില്ല. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ കാര്യം എല്ലാവർക്കും അറിയാം, പക്ഷേ എന്താണെന്നറിയില്ല, മിക്ക ആളുകളും ഈ കാര്യം അറിയില്ല എന്ന് നടിക്കുന്നു. കിട്ടുന്ന സമയം മുഴുവൻ വേസ്റ്റ് ചെയ്ത് കളയുന്നു. ഇന്ന് എഴുതാൻ വയ്യ, നാളെ എഴുതാം, നാളെ പഠിക്കാം, നാളെ വായിക്കാം, എക്സാമിന് ഇനിയും കുറേ ദിവസം ഉണ്ടല്ലോ, തലേന്ന് പഠിക്കാം, അങ്ങനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് കിട്ടുന്ന സമയം മുഴുവനും സോഷ്യൽ മീഡിയയിൽ വേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു ഹാബിറ്റ് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ മാറ്റിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിന് വളരെ മോശമായിട്ടായിരിക്കും ബാധിക്കുക. നിങ്ങൾ എത്ര കോടികൾ ഉണ്ടാക്കിയിട്ടും കാര്യമല്ല, ഒരു മില്ലി സെക്കൻഡ് പോലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് കിട്ടുന്ന സമയം അത് ശരിക്കും മാനേജ് ചെയ്യാൻ പഠിക്കുക. ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്പർ 4, നോട്ട് ലേണിംഗ് അബൌട്ട് മണി മാനേജ്മെൻറ്റ്. ഫൈനാൻസിനെ പറ്റിയിട്ട് സ്കൂളിൽ ആരും നിങ്ങൾക്ക് ഒന്നും പറഞ്ഞു തരില്ല. എങ്ങനെ പൈസ ഉണ്ടാക്കണം, കിട്ടുന്ന പൈസ എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെയുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. മണി ഈസ് നോട്ട് എവറിത്തിങ് ബട്ട് എവറിത്തിങ് നീഡ്സ് മണി. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചില കുട്ടികളുണ്ടാവും, അവർ വളരെ റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നാവും വരുന്നത്. അപ്പോൾ അവർ ഡെയിലി പൈസ കൊണ്ടുവരുന്നു, ജങ്ക് ഫുഡ്സ് വാങ്ങി കഴിക്കുന്നു, പല പല സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഇതൊക്കെ കാണുന്ന ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും വരുന്ന കുട്ടി അങ്ങനത്തെ ജീവിതമാണ് നല്ലത് എന്ന് ചിന്തിച്ചിട്ട് വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്ന് അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ഒരു മോശം സ്പെൻഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. 100 രൂപ കിട്ടിയാൽ 110 രൂപ ചിലവാക്കുന്നു. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഒരു പ്രോ ടിപ്പ് പറഞ്ഞുതരാം. പഠിക്കുന്ന സമയത്ത് തന്നെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്ത് ചെറിയൊരു ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് നോക്കുക. അത് എത്ര ചെറിയ സംഖ്യം ആയിക്കോട്ടെ, ആ കിട്ടുന്ന പൈസ നിങ്ങൾ ശരിക്കും മാനേജ് ചെയ്യാൻ പഠിക്കുക, സേവ് ചെയ്യാൻ പഠിക്കുക, ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക, ഗ്രോ ചെയ്യാൻ പഠിക്കുക. ബിക്കോസ് ഇതൊക്കെ ഈ സ്റ്റുഡൻറ്റ് ലൈഫിൽ തന്നെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും. ആൻഡ് അതേസമയം സ്റ്റുഡൻറ്റ് ലൈഫിൽ തന്നെ നിങ്ങൾ പൈസയെ വളരെ കെയർലെസ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. സോ സ്റ്റാർട്ട് ലേണിംഗ് അബൌട്ട് മണി. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് നിങ്ങൾ സ്റ്റുഡൻറ്റ് ലൈഫിൽ അവോയ്ഡ് ചെയ്യേണ്ട 4 കാര്യങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ശ്രദ്ധിക്കുക. ആൻഡ് അതേപോലെ യെല്ലോ ക്ലാസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.